കണ്ടോ? ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ, നല്ല രീതിക്ക് ഗോൾഡൻ കളർ പോലെ നല്ല നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കില്ല, അത്ര ആവണ്ട, എന്നാലും ഈ രീതിക്ക് ആവണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കൂട്ടത്തിൽ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ശരിയാക്കി വെച്ചില്ല, അത് നമുക്ക് ഇടാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ, അതൊന്ന് വാടട്ടെ. മസാല ഇതൊക്കെയാണ് നമ്മൾ ഇടേണ്ടത്. ഇത് മഞ്ഞൾപ്പൊടി, ഇത് ഗരം മസാല, ഇത് മല്ലിപ്പൊടി, ഇത് കുരുമുളക് പൊടി, ഇത് നമ്മുടെ മുളക് പൊടി. ഇത്രയും മസാലയും നമ്മൾ ഇടണ്ടേ. ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഇടുന്നത് കേട്ടോ. അത് നമുക്ക് ചേർക്കാം കേട്ടോ. എല്ലാ മസാല അങ്ങോട്ട് ഇട്ടു. ഇതൊന്ന് ഇളക്കിയിട്ട് 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ സംഭവം. നമുക്ക് തക്കാളി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇട്ടു. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം കേട്ടോ. ഇത്രയും വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കതിന് മേലിക്കൂടി സ്റ്റൗ ചെറുതാക്കി വെക്കണേ. മേലിക്കൂടി ചെറിയതായിട്ട് ഉപ്പ് ഇടണം. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടുക, ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഓക്കെ. ഇതിൽ നമുക്കിനി ഈ നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കിയത് വെച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്തരാവോ, എനിക്ക് സ്റ്റാൻഡൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഒരു കൈ വെച്ച് ഈ ഫോൺ പിടിച്ചിട്ടാണ് ഇങ്ങനെ സൈഡിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ ഫോൺ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചരിഞ്ഞ് പോവും. അപ്പോൾ സ്റ്റാൻഡ് നമ്മൾ എത്രയും പെട്ടെന്ന് മേടിക്കും. അപ്പോൾ ഇതൊന്ന് ഇപ്പോഴത്തെ കുറച്ച് വീഡിയോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്കെല്ലാം സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി അങ്ങോട്ട് മൂടി വെക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സംഭവം ചെമ്മീൻ ശരിയാവും. നമുക്കിനി ചോറ് റെഡിയാക്കാം. ഇത് നമ്മുടെ സവാള ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അരിഞ്ഞെടുത്ത് വറുത്തെടുക്കാനാണേ. കശുവണ്ടി മുന്തിരിങ്ങയും പിന്നെ നമ്മുടെ സവാളയൊക്കെ വറുത്ത് എടുത്തു. പിന്നെ അതിൽ തന്നെ വെള്ളം ഒഴിച്ചു. ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരി ഇടണം. അപ്പോൾ വെള്ളം തിളക്കണം മുമ്പ് നമ്മൾ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ബിരിയാണി ഇടുന്ന സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ചെറുനാരങ്ങ കേട്ടോ. ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കണം ഇതിൽ. അപ്പോൾ ചെറുനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കാം. നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഇളക്കുക. ഇത് തിളച്ച് കഴിയുമ്പോൾ അരി ഇടണം. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അരിയുടെ പാകത്തിനുള്ള വെള്ളമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം ഈ അരി നമ്മൾ ഇപ്പോൾ വെള്ളം ഊറാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ ചെമ്മീൻ ചെയ്യുന്ന സമയത്ത് തന്നെ, ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ വെള്ളത്തിൽ കഴുകി നന്നായിട്ട് അരി കഴുകിയിട്ട് വെള്ളത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നിട്ട്. ഇപ്പം നമ്മൾ സവാള ഒക്കെ വാട്ടാനും നമ്മുടെ കശുവണ്ടി മുന്തിരിങ്ങ ഒക്കെ നമ്മൾ വാട്ടാൻ തുടങ്ങിയപ്പോൾ, ഫ്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനത് ഈ സംഭവത്തിൽ നമ്മുടെ അരപ്പയിൽ വെള്ളം ഊരാൻ വേണ്ടി എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്ന് കിട്ടും. ഊർന്ന് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഇടാം. വെള്ളം തിളക്കുമ്പോൾ ഇടുക, നന്നായിട്ട് ഇളക്കുക, പൂട്ടി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പം നന്നായിട്ട് തിളച്ചേ. ഇനി നമ്മൾ ഈ അരി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു കയ്യിലെടുത്തിട്ട് ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടേ പിന്നെ ഒരു കയ്യിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ഊറ്റി വെച്ചത് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് ഒന്ന് ഉപ്പൊന്നും കൂടി നോക്കണം കേട്ടോ. ഉപ്പ് നോക്കി
പാകമാണ് മനസ്സിലായി, കുഴപ്പമില്ല. അപ്പം നമ്മൾ സ്റ്റൗ ചെറുതാക്കി വെക്കുക. എന്നിട്ട് മൂടിച്ചു. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചോറ് റെഡിയാവും. അപ്പോൾ ചോറ് റെഡിയായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്യണം എല്ലാം കാര്യങ്ങളും. അത് ഞാൻ ശരിയാക്കി ഉണ്ടേ. ഇനി അടുത്ത എന്താണ് കാണിച്ചു തരാവേ. അരി പകുതിന് ഞാൻ നന്നായിട്ടങ്ങ് മാറ്റി. എന്നിട്ട് നമ്മൾ ഈ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് നടക്ക് നമ്മൾ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് ഈ അരി മാറ്റി വെച്ച അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് അങ്ങോട്ട് ശരിയാക്കി അങ്ങ് കൊടുക്കാം. ഇതങ്ങ് വെക്കാം. എന്നിട്ട് ചെയ്ത് സെറ്റാക്കി. ഇനി നമ്മൾ നമ്മൾ പകുതി ചെറുനാരങ്ങയുടെ കുറച്ച്, ഫുള്ളായിട്ട് പകുതി ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ട് അതിൽ വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതാണേ. നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. ബാക്കി വെള്ളം വെക്കാം. മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം എന്നിട്ട് ഈ ബാക്കിയുള്ള വെള്ളത്തിൽ ഇത്തിരി നമ്മൾ കളറും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില പുതിനയില ഞാൻ മറന്നുപോയി ശരിക്കണം. അപ്പോൾ ഇത്തിരി ഉള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യ് ഇങ്ങനെ തൂകി കൊടുക്കാം. കൊടുത്ത് എന്നിട്ട് നമ്മൾ ഈ കശുവണ്ടിയും മുന്തിരിങ്ങയും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം. പുതിനയില മഞ്ഞയില, പുതിനയിലയും മല്ലിയിലയും കൂടി ഞാൻ വെച്ചത് അത് കുറച്ചുള്ളൂ. അത് ഞാൻ ഇട്ട് കൊടുത്തു. സാധാരണ കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. ഇത്ര അല്ല, കുറച്ചും കൂടി ഇടാറുണ്ട് കൂടുതൽ. ബാക്കിയുള്ളതൊക്കെ ശരിക്കും നിറച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് പൂട്ടി വെക്കാം. അപ്പോൾ പൂട്ടി വെച്ചു. ദമ്മ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ട, താഴത്തൊരു പാൻ വെച്ചിട്ട് ആ പാനിൻ്റെ മേലിൽ ഇത് വെച്ച് പാത്രം വെച്ച് അതൊക്കെ അങ്ങനെ ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കും. എന്നിട്ട് ഞാൻ പൂട്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാറുള്ളൂ. അതങ്ങനെ വെച്ച് ആ പാൻ ആകെ ചീത്തയായി. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുക്കും. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കും. ദോശയൊക്കെ ഉണ്ടാക്കാൻ വേറെ പുതിയതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ നിങ്ങളുടെ പഴയ പാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഹീറ്റായിക്കൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ അത് നമുക്ക് ചീത്തയായി പോകും പെട്ടെന്ന്. അപ്പോൾ ഇനി നമുക്കൊരു ടോട്ടൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, കേട്ടോ. അപ്പം നമ്മൾ അപ്പോൾ കഴിഞ്ഞു. നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് എടുത്തിട്ട് ചോറെടുത്തിട്ട് ഇങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ച്, എന്ന് വെച്ചാൽ ആകെ 1 കിലോ ഇത്തിരി ചെമ്മീൻ ഉണ്ടായതുള്ളൂ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ യോജിപ്പിച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞ് സലാഡും വേണ്ടി നമുക്ക് ഇത് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള, അത്ര വലിയ ബുദ്ധിമുട്ടും ഇല്ല, ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞു.